പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം മഴയാണ്. മഴയൊരു വല്ലാത്ത പ്രശ്നമല്ലേ? കാരണം ഇപ്പോൾ എല്ലാ ദിവസവും മഴയുണ്ട്. മഴയൊരു പ്രശ്നമായിട്ട് ജോലി ചെയ്യാനും ജോലിക്ക് പോകാനും ഒക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് മഴ മാറിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ റിലീഫിംഗ് ചിത്രങ്ങളുടെ കാര്യങ്ങൾ രാവണപ്രഭു സൃഷ്ടിക്കുന്ന ഓളം ഒരു രക്ഷയില്ല മക്കളെ. തിയേറ്ററിൽ പോയി ആഘോഷിക്കാനുള്ള ദിവസമാണ്. എനിക്ക് തോന്നുന്നു ശനി ഞായറും. ഇനിയും ശനി ഞായർ ദീപാവലി അവധി 3 ദിവസത്തെ അവധിയിൽ രാവണപ്രഭു വീണ്ടും തിളച്ചു മറിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ UAE, ബാക്കി വിദേശ രാജ്യങ്ങൾ, ബാംഗ്ലൂര്, ഇവിടുന്നൊക്കെയുള്ള വീഡിയോകൾ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താ വൈബല്ലേ. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ലാലേട്ടന് മാത്രം അവകാശപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോഴും 10, 40, 45 കൊല്ലത്തോളം സിനിമയിൽ വന്നിട്ടും ഈ വൈബ് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ വിമർശകരെ ഒന്ന് മാറി നിൽക്കും. നിങ്ങളൊന്ന് അടങ്ങ്. കാരണം അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു പുതിയ നായകന്മാർക്കോ പഴയ നായകന്മാർക്കോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഭവമായിട്ട് ലാലേട്ടൻ ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ റിലീഫിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ പുതിയ ചിത്രങ്ങൾ റിലീഫ് ചെയ്യുന്നതിനേക്കാൾ ആകാംക്ഷയോടെ ആൾക്കാർ പഴയ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്താ കാലം അല്ലേ. നമ്മൾ പുതിയ ചിത്രങ്ങൾ എങ്ങനെ ഇറങ്ങും എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പം ഈ പഴയ ചിത്രങ്ങൾ റിലീഫ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നു എന്നുള്ളതാണ്. പല ചിത്രങ്ങളെപ്പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു 10-ാം ഉദയം എന്ന ചിത്രം. അത് മോഹൻലാൽ പിന്നെ 2 ഡബിൾ റോളിൽ അഭിനയിച്ച ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ എന്ന് പറയാൻ ഫിലിം റോളുകളൊക്കെ ഈ പഴയ റോളുകളൊക്കെ ആയിരുന്നു. നമ്മൾ കണ്ടില്ലേ പണ്ടൊരു പെട്ടിയൊക്കെ കൊണ്ടുവന്ന് ആ പെട്ടി വരുന്നതും കാത്ത് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇന്ന തിരുവനന്തപുരത്ത് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ എത്തും, അരമണിക്കൂറിനെത്തും. അങ്ങനെ റിലീഫിംഗ് കേന്ദ്രങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന സമയം ഉണ്ടായിരുന്നു. ചിലപ്പം ഉച്ചയ്ക്ക് ഷോ കാണാൻ പോയിട്ട് വൈകിട്ടൊക്കെ ആയിരിക്കും പെട്ടി വരുന്നത്. അത് തന്നെ ഒരു അത്രയും നേരം കാത്തിരുന്നൊക്കെ പടം കാണുക. അപ്പം ആ സമയത്തുള്ള ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10-ാം ഉദയം എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. മോഹൻലാൽ ഡബിൾ റോളായിരുന്നു. അപ്പം ഒരുപക്ഷെ ഈ ചിത്രമൊക്കെ 4Kയിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫിലിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നിർമ്മാണ കമ്പനികൾ ഇപ്പം നിലവിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ പലരും പല സിനിമയെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഫിലിം കിട്ടാൻ സാധ്യതയില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം. പിന്നെ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു 10-25 കൊല്ലത്തിന് മുമ്പൊക്കെ ഇറങ്ങിയ ചിത്രങ്ങളിലേക്ക് പ്രിൻ്റ് കാണാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ചിത്രങ്ങളെല്ലാം ഓരോന്നായിട്ട് പുറത്ത് വരട്ടെ അല്ലേ. പഴയ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു വല്ലാത്ത വൈബ് തന്നെ. പിന്നെ രാവണപ്രഭു എന്ന ചിത്രം, രാവണപ്രഭുവിൻ്റെ കളക്ഷൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വർക്കിംഗ് ഡേ ആയപ്പം കളക്ഷൻ ഒന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്നലെ എനിക്ക് തോന്നുന്നു 15 ലക്ഷത്തിനടുത്താണ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 3.25 കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്ന് മാത്രമായി ഇത് സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കൃത്യമായിട്ടത് തുക വന്നിട്ടില്ലെങ്കിലും ഏകദേശം 4 കോടിക്കടുത്ത് ഇത് നേടിയിട്ടുണ്ട് എന്നറിയുന്നു. ഇനി 3 ദിവസം അവധി ദിവസങ്ങളാണ്, ശനി ഞായർ ദീപാവലി. ഇതുകൊണ്ട് ഏകദേശം 5 കോടിക്ക് മുകളിൽ ഇത് നേടും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു റിലീഫിംഗ് ചിത്രങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക, മലയാളത്തിലെ ഏറ്റവും വലിയ തുക ഒരുപക്ഷെ രാവണപ്രഭു സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഓട്ടം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ ഈ രാവണപ്രഭുവിൻ്റെ കഥ പറയുമ്പം ഇതുമായിട്ട് ചേർത്ത് നിർത്തേണ്ട വേറെ ഒരു കഥയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, പെറ്റ് ഡിറ്റക്റ്റീവ് ഇല്ലേ. നമ്മുടെ ഷറഫുദ്ദീൻ നായകനായി ഷറഫുദ്ദീൻ തന്നെ കാശ് മുടക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ ഒരു വീഡിയോ ഷറഫുദ്ദീൻ തന്നെ ലാലേട്ടനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെക്കാമോ രാവണപ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് രസകരമായൊരു ഫോൺ സംഭാഷണം പുറത്ത് വിട്ടു. അത് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു ആ ചിത്രത്തിൻ്റെ. ഞാൻ തന്നെ അറിയുന്നത് ഇങ്ങനൊരു പടം ഉണ്ടെന്ന് അറിയുമ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ്. അത് മോഹൻലാൽ
മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ ഏതോ ഒരു മിമിക്രി താരം സംസാരിക്കുന്നതാണ്. ലാലേട്ടൻ്റെ യഥാർത്ഥ സ്വരമല്ല. പലരും എനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന കണ്ടു. ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ സൗണ്ടല്ല, അത് ഒരു മിമിക്രി താരം സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രൊമോഷൻ ഉണ്ടല്ലോ, ആ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഷറഫുദ്ദീൻ്റെ ചിത്രത്തിന് ഷറഫുദ്ദീൻ അതിന് കാശ് മുടക്കിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഷറഫുദ്ദീൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിന് ഗുണമായി എന്നുള്ളതാണ് ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തെ പറ്റി മനസ്സിലാകും. ഞാൻ ആ ചിത്രം കണ്ടില്ല, കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം. പക്ഷേ സാമാന്യം ഭേദപ്പെട്ട ചിത്രം എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഏകദേശം 35-40 ലക്ഷം രൂപയ്ക്കടുത്ത് കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം നേടാൻ പറ്റി. ഏകദേശം 5 കോടിക്ക് താഴെ മുടക്കുമുതലുള്ള ചിത്രമാണിത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ചിത്രം 1 കോടിക്കടുത്ത് നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇനി 3 ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ചിത്രം ഒരു വിജയത്തിലേക്ക് നീങ്ങുമോ? അത് തുടക്കം നന്നായി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടെന്നും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, ഈ രാവണപ്രഭുവിൻ്റെ ഡേറ്റ് മാറ്റി വെക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ സന്ദേശം അയക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രൊമോഷൻ ക്ലിക്കായി എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻ പടത്തിന് പറ്റിയ ഗുണം ചെയ്യും. പക്ഷേ ഒരുപക്ഷെ ഈ പ്രൊമോഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ആരും അറിയാതെ റിലീസ് ചെയ്യുന്ന ചിത്രമായി മാറിയേനെ. ഏതായാലും അതൊരു വൻ വിജയമായി മാറട്ടെ അല്ലേ. അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ ചിത്രങ്ങൾ. ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ഒത്തിരി ചിത്രങ്ങൾ റിലീസാകാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മളെ മംഗലശ്ശേരി നീലകണ്ഠൻ രാവണൻ്റെ എഫക്റ്റ് തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം 2-3 ദിവസം അവധി ദിവസമാണ്. ഇത് ആഘോഷിക്കാൻ വേണ്ടി ഒത്തിരി കാത്തു നിൽക്കുന്ന കുടുംബ പ്രേക്ഷകരെ എനിക്കറിയാം. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്, രാവണപ്രഭു ആഘോഷിക്കാൻ വേണ്ടിയാണ് തിയേറ്ററിലേക്ക് പോകുന്നത്, അല്ലാതെ സിനിമ കാണാൻ വേണ്ടിയല്ല. കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.